ഇതേ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള പോർക്ക് വിന്താലുവാണ്. ഇത് 1 കിലോ പോർക്കിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് ഞാൻ പോർക്ക് നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 4 സവാള, 5 6 പച്ചമുളക്, സവാള നൈസാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. പച്ചമുളകും നെടുകെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നൈസാക്കി അരിഞ്ഞതും വേപ്പില, ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ഇത് മിക്സിയിൽ അരച്ച് വെച്ചേക്കണ അരപ്പാണ്. ഇതിൽ ചേർത്ത് വയ്ക്കുന്നത് കടുക് പരിപ്പ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 5 കരയാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട, മുരിങ്ങാത്തോല് നമ്മുടെ കയ്യിൻ്റെ വലിപ്പത്തിലുള്ള 2 കഷ്ണം മുരിങ്ങാത്തോല് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ. ഇതെല്ലാനും കൂടി നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ ഇത്. ചട്ടി ചൂടാക്കിയിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും അത്രയും തന്നെ ഒരു ഇഞ്ചി കഷ്ണവും കൂടി ഇട്ട് ഒന്ന് ചതച്ചതാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാനും കൂടി ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണെന്നാണ് അമ്മ പറഞ്ഞത്. ഇത് ചെയ്യണത് അമ്മയാണ്, അരിയത്ത് ഞാനുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അതൊന്നും മൊരിഞ്ഞ് വരണേ. നല്ലോണം തന്നെ ഒന്ന് കളർ മാറിയാൽ മതി, മൊരിഞ്ഞങ്ങോട്ട് വരണം. എന്നിട്ട് വേണം ആ സവാളയും പച്ചമുളക്, ഇഞ്ചിയും വേപ്പിലയും കൂടി ഉള്ളതില്ലേ, അതും കൂടി അതിനകത്തോട്ട് ഇടുക. ഇഞ്ചി നമ്മൾ ആദ്യം വെളുത്തുള്ളിയുടെ ഒപ്പം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പോരാണ്ട് കുറച്ച് നൈസായിട്ട് അരിഞ്ഞും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് അതേ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അമ്മ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. ഇതൊക്കെ ഒരു കൈ കണക്കാണ്ട് അമ്മടാ. അതേ ഉപ്പൊക്കെ ഇടുന്നത് തന്നെ ഒരു കൈയിൻ്റെ ഒരു കണക്കിൽ അങ്ങോട്ട് ഇട്ട് പോകണുണ്ട് കേട്ടോ. അപ്പോൾ കൈക്കണക്കനുസരിച്ച് നമ്മുടെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് വാട്ടിയെടുക്കണം. ഒരു തീ കൂട്ടി വെക്കരുത്, അമ്മ പറയണേക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിങ്ങനെ വഴന്ന് വരാനായിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണെന്നാണ് പറയണത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വാട്ടി ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഗ്യാസ് കത്തിച്ചേക്കണത്. നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ അത്ര നേരം. അടപ്പിൻ്റെ അടിയിൽ പിടിക്കണതായിട്ട് തോന്നാം, പക്ഷേ ഇല്ല, അതങ്ങനെ പിടിക്കത്തില്ല. എൻ്റെ ആലയത്തിൻ്റെ ചീനച്ചട്ടിയും കൂടിയാണ് വെച്ചേക്കണത്. ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റി വന്നേക്കണ ഇതിനകത്തോട്ട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൻ്റെ വെള്ളം കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയത് അതാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അരപ്പൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പൊന്ന് ജസ്റ്റ് ആ ഡ്രൈനെസ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ആ പോർക്കില്ലേ, ആ പോർക്കും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അധികം നെയ്യില്ലാത്ത പോർക്കായിരുന്നു കേട്ടോ. അതുമല്ല നല്ല ടേസ്റ്റുള്ള പോർക്ക് കിട്ടണത് അടുത്തുനിന്ന് ഡാഡി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിക്കാൻ. അതും ഒരിച്ചിരി ചൂട് വെള്ളം കൊണ്ടാണ് ഒഴിച്ചേക്കണത്. പാകത്തിന് വെള്ളം പാകത്തിനുള്ളതാണ് ഇപ്പോൾ ഒഴിച്ചേക്കണത്. പിന്നെ വേവ് അനുസരിച്ച് വെള്ളം നമുക്ക് കൂട്ടി ഒഴിക്കാം. അതും ഒഴിക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളം പറ്റിപ്പോയെങ്കിൽ ആ തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. ഒരിക്കലും പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് പാതി വേവായി കഴിയുമ്പോഴാണ് ചൊറുക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൊറുക്ക ഒഴിക്കുന്നത് പാതി വേവായിട്ടാണ് അമ്മ ഒഴിച്ചു കൊടുക്കുന്നത്. അതും നമ്മൾ ബീഫിനൊക്കെ കൊടുക്കുന്ന അത്രയും ഒഴിച്ചിട്ടില്ല. ഒരു 1.5 സ്പൂണോളം, അത്രയും പുളി വേണ്ട. ബീഫിന് വിന്താലുവിനേലും കുറച്ച് പുളി പുറകിൽ നിന്നാൽ മതി, കുറഞ്ഞ് നിന്നാൽ മതി. 1.5 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് വേണം ആ ബാക്കിയുള്ള വേവും കൂടി ആവാനായിട്ട്. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോഴേക്കാളും ഇത് റെഡി ആയിട്ടുണ്ടാവേ. ആ പാകത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം ഇത് വേണ്ടി വരും കേട്ടോ ഇതിന് വേവ്. ഓരോ പോർക്കിൻ്റെയും വേവ് അനുസരിച്ചിരിക്കും. അപ്പോഴേക്കാളും വെന്തപ്പോൾ തന്നെ ഞാൻ ഒരിത്തിരി എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. സൂപ്പറാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ പോർക്ക് വിന്താലു റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.